രാഷിദൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞാൽ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ DQ എന്ന് തന്നെ നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം. ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാനെന്ന് വെച്ചാൽ ഇന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാന്ത എന്ന ദുൽഖർ സൽമാൻ്റെ തമിഴ് സിനിമയുടെ ഒരു ടീസർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം ആകാശം ലോ ഒക്കത്തര എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയുടെ ഒരു ഗ്ലിംസ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ രണ്ടും ഇന്നത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരേ ദിവസം ഒരേ നായകൻ്റെ രണ്ട് സിനിമയുടെ അപ്ഡേറ്റ്സ് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒട്ടേറെ ആൾക്കാരും, അതായത് ഇന്നത്തെ നമ്മളിപ്പം പ്രമുഖരായിട്ടുള്ള പല മാധ്യമങ്ങളും, അത് പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ തന്നെ ഒരുപാട് ന്യൂസുകൾ ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങൾ പോലും ദുൽഖർ സൽമാൻ്റെ ടീസറിൽ കാണുന്ന ആ ഒരു പെർഫോമൻസിനെ വാനോളം പുകഴ്ത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ആ ടീസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദുൽഖർ സൽമാനിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗംഭീരമൊന്നുമല്ല, അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ സൂചനയാണ് നമുക്ക് കാന്ത എന്ന സിനിമയുടെ ഒരു ടീസറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം വരെ ഗ്ലിംസായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആകാശം ലോ ഒക്കത്തര എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെ ഒരു ഗ്ലിംസും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് ആ ഗ്ലിംസ് ഒരുക്കിയിരിക്കുന്നത്. അത് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് ദുൽഖർ സൽമാൻ്റെ ഒരു ബർത്ത്ഡേ ആണെന്നുള്ള രീതിയിൽ ഒരു ബർത്ത്ഡേ വിഷായിട്ട് ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ സൽമാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലിംസ് എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക്, പക്ഷേ ഇതിൻ്റെ താഴേക്ക് വരുന്ന കമൻസ് ആണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സിനിമയിൽ ഒരു മലയാളിയായിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസിനെ തെലുങ്കന്മാരും തമിഴന്മാരും മറ്റ് ഭാഷയിലുള്ള ആൾക്കാരും ഒക്കെ വാനോളം പ്രശംസിക്കുമ്പം, ഇപ്പോൾ പലരും മമ്മൂക്കയായിട്ട് പോലും കമ്പയർ ചെയ്തിട്ട് ഇന്ത്യൻ സിനിമയിലെ പല ഡയറക്ടേഴ്സും ദുൽഖർ സൽമാനെ വാനോളം പ്രശംസിക്കുമ്പം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു കാണിക്കുമ്പം, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് വാനോളം പ്രശംസകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള കുറേ ക്രിമികടിയുള്ളവന്മാരുണ്ട്. നമ്മുടെ ഇവിടെ പറയുന്ന കണക്ക് മറ്റ് ചില താരങ്ങളുടെ ആരാധകരായിട്ടുള്ളവന്മാർക്ക്, ഇവന്മാർക്ക് ഇതൊന്നും സഹിക്കത്തില്ല. ഈ ദുൽഖർ സൽമാൻ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയുമ്പം പോലും അതിൻ്റെ താഴെ കൊണ്ടുവന്ന് കുറേ പറയുന്നത് അവൻ്റെയൊക്കെ രീതിയിലുള്ള കുറേ ഇമോജികളും കൊടുത്തിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് കുറേ കമൻസുകൾ പാസ്സാക്കി വെക്കും. ഇന്ന് രസം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദുൽഖർ സൽമാൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഇപ്പോൾ റിപ്പോർട്ടർ അല്ലെങ്കിൽ 24 ന്യൂസ്, ജനം, മീഡിയ വൺ, ഇങ്ങനെ കുറേ മാധ്യമങ്ങൾ ദുൽഖർ സൽമാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജനം ചാനൽ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഒരു പേജിനകത്ത് അവിടെ ഈ പറഞ്ഞ കണക്ക് ഹാഹാ അടിക്കുന്ന ഒരു ഇമോജി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കുറേ അവന്മാർ. എനിക്ക് തോന്നുന്നു ഈ തലയ്ക്ക് സുഖമില്ലാത്തവന്മാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നത് എന്താണ് ആ വിഷയം എന്ന് പറയുന്നത്. സിനിമയല്ല, ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തതാണെന്ന് പോലും ചിന്തിക്കാതെ, അതായത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു നായകനെ കുറിച്ചുള്ള വാർത്ത കാണുമ്പം അതിൻ്റെ താഴെ കൊണ്ടുവന്ന് അത് എന്താണെന്ന് പോലും ഇവന്മാർ വായിച്ചു നോക്കത്തില്ല. ഒന്നിലും ഇവന്മാർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് കൊടുത്താലേ ഇവന്മാർക്ക് ഒരു സംതൃപ്തി അടയത്തുള്ളൂ. കാര്യം അയാളെ ഒന്ന് ആ ഒരു വാർത്തയെ അയാളൊരു ബർത്ത്ഡേ വിഷാന്ന് പോലും ചിന്തിക്കാതെ കൊണ്ടുവന്ന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു സംതൃപ്തി, ഒരു സന്തോഷമുള്ളത് എനിക്ക് കണ്ടിട്ട് അതാ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പേജിൻ്റെ താഴെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ളൊരു ഇമോജി കൊടുക്കാൻ വേണ്ടി തലയ്ക്ക് സ്ഥിരതയുള്ള ഏതോമാരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണോ? എനിക്ക് തോന്നുന്നു തലയ്ക്ക് വെളിവുള്ള ആരും അവിടെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ളൊരു ഇമോജി കൊടുക്കത്തില്ല. ഒന്നിലും അത് കണ്ടില്ല എന്നൊന്ന് അടിച്ചു വിടും, അല്ലെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തു വിടും. കാര്യം ഒരാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്, അല്ലാതെ മറ്റു വാർത്തകളോ അല്ലെങ്കിൽ സിനിമയുടെ അപ്ഡേറ്റ്സോ ഒന്നും അല്ല അവിടെ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെയൊക്കെ ഒരു രീതി ഇതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഈ സിനിമയുടെ താഴെ തന്നെ കൊണ്ടുവന്ന് മറ്റുള്ള ഭാഷക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ പോലും ആ പെർഫോമൻസ് കാണുമ്പോൾ അത് കാണുന്ന എല്ലാവർക്കും അറിയാം. കാര്യം എന്തൊക്കെയോ വലിയൊരു സംഭവമുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ആ സിനിമയെന്നുള്ളത്, കാന്ത എന്ന് പറയുന്ന സിനിമയെന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഒരു കമൻസ്, അതായത് ഇന്ത്യയിലുള്ള ബാക്കി ആരൊക്കെ അംഗീകരിച്ചാലും ഇവിടുള്ള ചില നായകൻ നടന്മാരുടെ ആരാധകർ അത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, ഇവനൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില താരങ്ങളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ PR വർക്കിലൂടെ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്ന ചില താരങ്ങൾ, ഒരു ടൈപ്പ് റോള്, ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ടൈപ്പ് റോള്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, 1-2 സിനിമ എടുത്തിട്ട് ചോദിക്കും ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ചെയ്തില്ലേ അയാൾ, ഈ സിനിമ അതിപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നടൻ്റെ ബഹുഭൂരിപക്ഷം സിനിമകൾ എടുത്താലും ശരി, ഒട്ടേറെ സിനിമകളും ഒരേ ടൈപ്പിലുള്ള കഥാപാത്രങ്ങളാണ്. അതിൽ നമ്മൾ പറയുന്നതൊക്കെ അപൂർവമായിട്ടുള്ള ചില സിനിമകൾ മാത്രം, ഇപ്പോൾ അയാൾ ഒരു 50 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 സിനിമ മാത്രം നമുക്ക് പറയാൻ പറ്റും അയാളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയെന്ന് പറയുന്നത്. പക്ഷേ അയാളുടെ ബാക്കി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് 50-നകത്ത് 5-6 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 44 എന്ന് പറഞ്ഞാലും അതെല്ലാം അയാളുടെ ഒരേ ടൈപ്പാണ്. അത്തരത്തിലുള്ള സിനിമയിലെ കഥാപാത്രങ്ങളെ വിളിച്ച് അഭിനയിക്കുക. ഇപ്പം അയാളുടെ തന്നെ ചില കോമഡി എന്ന് പറയുന്നത്, ഇപ്പോൾ സത്യനന്ദിക്കാട് തന്നെ ഒരുക്കിയിട്ടുള്ള അയാളുടെ ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ തന്നെ അയാൾ ഈ സൈക്കിളിലും ഒക്കെ വന്നിട്ട് ഒരേ രീതിയിൽ നോക്കുക, ഒരു തല നീട്ടി നോക്കുക, ആ ചില എക്സ്പ്രഷൻ കാണിക്കുക, മുഖം കൊണ്ട് ഗോഷ്ഠിക്കുക, ഇതൊക്കെ യുവന്മാർക്ക് ഇവിടെ വലിയ അഭിനയമാണ്.
കാര്യം ഇവന്മാർക്ക് ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനെ താഴ്ത്തി കാണിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏതോനെങ്കിലുമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ഇവനൊക്കെ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഒരു നിലവാരവും ഇല്ലാത്ത ഇത് പറഞ്ഞു PR വർക്കിലൂടെ അങ്ങ് എന്തുവരെ പറയുന്നത് അങ്ങ് മേളിലെത്തിച്ചു കളഞ്ഞ് അങ്ങ് സ്പേസിൽ വരെ എത്തിക്കത്തക്ക രീതിയിലാണ് ഈ വാഴ്ത്തി പാടുന്നത്. പക്ഷേ അയാളുടെ സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം അയാൾ എത്രമാത്രം ഒരു നടനാണ്. ഒരു സ്റ്റാർ വാല്യൂവേ കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പോലും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടന്റെ പെർഫോമൻസ് അംഗീകരിക്കാനും തയ്യാറല്ല. അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണെന്നുള്ളത് അംഗീകരിക്കാനും തയ്യാറല്ല. ഇതിപ്പം പ്രേക്ഷകരുടെ മാത്രം, അതായത് മറ്റുള്ള നടന്മാരെ താങ്ങുന്ന അവരുടെ ഫാൻസുകാരുടെ മാത്രം പ്രശ്നമല്ല. മലയാള സിനിമയിലുള്ള ദുൽഖർ സൽമാനോടൊപ്പം നിൽക്കുന്ന ചില താരങ്ങൾക്കും ഇത് തന്നെയാണ് പ്രശ്നം. അവന്മാർക്കും ഇതൊന്നും സഹിക്കത്തില്ല. അവന്മാരും ഈ ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള താരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഇവിടെ പാൻ ഇന്ത്യൻ ലെവൽ എന്താണെന്ന് പോലും അറിയാത്ത സീറോ ലെവലിൽ കിടക്കുന്ന ചിലവന്മാരുടെ പേരെടുത്ത് പറഞ്ഞാലും അവിടെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പേര്. അത് പറയാൻ അവന്മാർക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ അങ്ങ് കയറിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ദുൽഖർ സൽമാൻ എന്താണ് അയോഗ്യത. അത് മമ്മൂക്കയുടെ മകനായി പോയതുകൊണ്ട് മാത്രമാണോ ദുൽഖർ സൽമാൻ ഈ അയോഗ്യത എന്നാണ് എൻ്റെ സംശയം. അല്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടന്റെ കഥാപാത്രങ്ങളാണെങ്കിലും ശരി, അയാളുടെ ഒരു നടൻ എന്നുള്ളതിനെക്കാട്ടുപരി നടൻ എന്നുള്ള രീതിയിൽ ഇനി ഒരുപാട് പ്രൂവ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരു താരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് യുവനടന്മാരിൽ ആരും ദുൽഖർ സൽമാൻ്റെ അത്ര ഒരു സ്റ്റാർ വാല്യൂ ഇല്ല. ഇപ്പൊ ഇതിന്റെ താഴെ വന്നിട്ട് പറയും ഫഹദ് ഫാസിലിന്റെ അതില്ലേ, പൃഥ്വിരാജിന്റെ ഇതില്ലേ, ടൊവിനോ തോമസിന്റെ, ഇവന്മാരുടെ ഒന്നും ഒരു ചുക്കുമില്ല, ഇവന്മാരുടെ ഒന്നും ഒരു കുന്തവും ഇല്ല. ഇപ്പൊ പറയാനുണ്ടായ ദുൽഖർ സൽമാനോട് മലയാളത്തിൽ 100 കോടിയില്ല, പൃഥ്വിരാജ് 100 കോടി അടിച്ച്, ഫഹദ് ഫാസിൽ 100 കോടി അടിച്ച്. ഇവിടെ കിടന്നവരാ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് കൂടുതൽ ചില ആൾക്കാർ പറയുന്ന സിനിമകൾ ചെയ്യും തോറും ചിലപ്പോൾ അതിനകത്തൊരു 100 കോടിയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ദുൽഖർ സൽമാൻ അത്രയും സിനിമകൾ മലയാളത്തിൽ ചെയ്യാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾക്ക് ചിലപ്പോൾ ഒരു 100 കോടി അയാൾക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ അതിനുവേണ്ടി അയാൾ തെലുങ്ക് സിനിമയ്ക്കകത്ത് ഒരു 100 കോടിയും ഒരു 98 കോടിയും ഏതാണ്ട് അതിനടുത്ത് നിൽക്കുന്ന മറ്റു വലിയൊരു രീതിയിലുള്ള ഒരു കളക്ഷൻ വരത്തക്ക രീതിയിലുള്ള സിനിമകളും അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. തമിഴിലും ഏതാണ്ട് വലിയ ഹിറ്റുകൾ അയാൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാളത്തിലും അയാളുടെ വിജയ സിനിമകളുണ്ട് അയാൾക്ക് 100 കോടി ഇല്ലെങ്കിലും. അപ്പോൾ ഈ മലയാളത്തിലുള്ള 100 കോടി വെച്ചിട്ടാണോ ചില ആൾക്കാരുടെ സ്റ്റാർ വാല്യൂ നിങ്ങൾ കണക്കാക്കുന്നത്? ഈ സാമാന്യ വിവരവും ബോധവും ഉള്ളവൻ എപ്പോഴും ഒരാളുടെ സ്റ്റാർ വാല്യൂ കണക്കാക്കുന്നത് ഇന്ത്യ ഒട്ടാകെ അയാളെ അത് എടുക്കുമ്പോഴത്തേക്ക് അയാളുടെ സിനിമകൾ മറ്റുള്ളവർ എങ്ങനെ സ്വീകരിക്കുന്നു, അയാളുടെ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ താരമൂല്യം എത്രമാത്രം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അതിന് ഒരു വാല്യൂ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ മലയാള സിനിമയിൽ ഒരു 100 കോടി അടിച്ചോണ്ട് ഫഹദ് ഫാസിലിനും പൃഥ്വിരാജിനും അല്ലെങ്കിൽ ടൊവിനോ തോമസിനും ഒക്കെ അങ്ങ് ഇവർ വലിയ സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് പറയുമ്പം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ടർ അന്യഭാഷയിൽ പോയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിജയം വല്ലതും സൃഷ്ടിച്ചെടുക്കാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇവന്മാരെ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? ഈ ഒരാളെ കൊണ്ടും പറ്റത്തില്ല. ഇവരെ ആരെ കൊണ്ടും നടക്കത്തില്ല. ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ ഇവർക്കൊന്നും അന്യഭാഷയിൽ പോയ ഒരു വിജയം പോലും കിട്ടത്തില്ല. പിന്നാണ് വലിയ കോടി ക്ലബിലേക്ക് ഇവരെത്തുന്ന അന്യഭാഷയിൽ. അപ്പോൾ മലയാള സിനിമയിലെ ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ, അത് മമ്മൂക്കയും ലാലേട്ടനെയും കൂടെ ചേർത്ത് പറഞ്ഞാൽ പോലും മലയാള സിനിമയിൽ ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറേ ഉള്ളൂ. ആ സ്റ്റാറിന്റെ പേര് ദുൽഖർ സൽമാൻ എന്ന് തന്നെയാണ്. അപ്പോൾ ദുൽഖർ സൽമാന് ഹാപ്പി ബർത്ത്ഡേ DQ. താങ്ക് യു.